തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF കൊടുങ്കാറ്റിൽ കടപുഴകിയതിൽ ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടെന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനിടെ ഒരു ഘട്ടത്തിൽ മുന്നണി 3-ാം സ്ഥാനത്തേക്ക് വീണു. ആധിപത്യം പുലർത്തിയിരുന്ന മുനിസിപ്പാലിറ്റികളിൽ പലതും NDA അക്കൗണ്ട് തുറന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 അക്കത്തിൽ നിന്നും 1 അക്കത്തിലേക്ക് കൂപ്പുകുത്തി. കൈപ്പിടിയിലായിരുന്ന പഞ്ചായത്തുകൾ പലതും UDFും NDAയും പിടിച്ചെടുത്തു. കൊല്ലത്തെ പാർട്ടിക്കേറ്റ തിരിച്ചടിയുടെ ആഴവും നൽകുന്ന പാഠവും വലുതാണ്. തെക്കൻ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ കോട്ടയിലാണ് ത്രിവർണ പതാക പാറിപ്പറക്കുന്നത്. 4 പതിറ്റാണ്ട് ഭരിച്ച കൊല്ലം കോർപ്പറേഷൻ LDFന് നഷ്ടമായി. 2 സിറ്റിംഗ് ബ്ലോക്ക് പഞ്ചായത്തുകൾ കൈവിട്ടു. ഗ്രാമപഞ്ചായത്തുകളിൽ കൈവശമുണ്ടായിരുന്ന ഓച്ചിറയും പത്തനാപുരവും ഉൾപ്പെടെ നഷ്ടപ്പെട്ടു. കൊല്ലം കോർപ്പറേഷനിലെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ 3-ാം സ്ഥാനത്തേക്ക് LDF പിന്തള്ളപ്പെട്ടു. പാർട്ടി മുഖമെന്ന നിലയിൽ രംഗത്തിറങ്ങിയ പലരും തോറ്റമ്പി. മേയറും മുൻ മേയറും പരാജയമറിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി കൊല്ലം കോർപ്പറേഷനിൽ NDA 2 അക്കം തികച്ചു. സമരം കൊണ്ട് പാർട്ടിയെ വളർത്തിയ മണ്ണിൽ പരാജയത്തിന് ഇരട്ടപ്രഹരമായി NDA മുന്നേറ്റം. ചരിത്രത്തിൽ ആദ്യമായി CPIക്ക് കൊല്ലം കോർപ്പറേഷനിൽ കൗൺസിലറില്ലാതായി. LDFന്റെ കൈവശമുണ്ടായിരുന്ന കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി പിടിച്ചെടുത്താണ് UDF കരുത്ത് കാട്ടിയത്. പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് വിജയം ഉറപ്പിക്കാനായത്. നഗരസഭയിൽ ആദ്യമായി NDA അക്കൗണ്ട് തുറന്നു. ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനായത് പരവൂരും കൊട്ടാരക്കരയിലും മാത്രം. ജില്ലാ പഞ്ചായത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയതൊഴിച്ചാൽ ബ്ലോക്കിലും ഗ്രാമപഞ്ചായത്തിലും LDFന് തിരിച്ചടികളാണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 LDF 8ലേക്ക് വീണു. നഷ്ടപ്പെട്ടതിൽ ഓച്ചിറയും പത്തനാപുരവും ഉൾപ്പെടെയുണ്ടെന്നത് പാർട്ടിയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുമെന്ന് തീർച്ച. ഗ്രാമപഞ്ചായത്തുകളിൽ പട്ടാഴി വടക്കേക്കരയും നെടുവത്തൂരും ചിറക്കരയും കുളത്തുപുഴയും ഉൾപ്പെടെ നഷ്ടമായി. 4 പതിറ്റാണ്ടിന് ശേഷമാണ് വടക്കേക്കര പഞ്ചായത്ത് UDF പിടിച്ചത്. അതേസമയം നെടുവത്തൂരും ചിറക്കരയും NDAയാണ് പിടിച്ചെടുത്തത്. പഞ്ചായത്ത് ഭരണം നഷ്ടമായില്ലെങ്കിലും കൊല്ലത്തിന്റെ തന്നെ വിപ്ലവ ഭൂമി എന്നറിയപ്പെടുന്ന കടക്കലിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്നു. അതേസമയം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ LDF മേൽക്കൈ തുടരുന്നു. LDFിലെ മുന്നണി പ്രശ്നത്തിനൊപ്പം സംഘടനാ ദൗർബല്യങ്ങളുമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് വ്യക്തം. കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രതിസന്ധി മുതൽ CPIയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം വരെ പലതും തിരിച്ചടിക്ക് പിന്നിലുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് മലയാളം, കൊല്ലം.